എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് വീണ്ടും വരാൻ പോവുകയാണ്. വമ്പൻ തിരിച്ചുവരവാണ് ഇത്തവണ നടത്താൻ പോകുന്നത്. ഓഗസ്റ്റ് മാസം ഇതിനോടകം തന്നെ 4 സിനിമകളാണ് റിലീസ് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കിയേക്കാം. എം മോഹൻ സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസൻ നായകനായി വരുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഒരു ജാതി ഒരു ജാതകം. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 22-നാണ് സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് ഓഗസ്റ്റ് മാസം തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് വിപിൻ ദാസിന്റെ തിരക്കഥയിൽ കുറേയധികം യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും അഭിനയിക്കുന്ന വാഴ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഇതിനോടകം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 15-നാണ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഓഗസ്റ്റ് 15-ന് റിലീസിനെത്താൻ പോകുന്ന സിനിമയാണ് സുരാജ് വെഞ്ഞാറമൂട് ആസിഫ് അലിയൊക്കെ പ്രധാന വേഷത്തിലിരുന്ന അഡിയോസ് അമിഗോ. ഓഗസ്റ്റ് മാസം തന്നെ റിലീസ് ഉറപ്പിച്ച മറ്റൊരു സിനിമയാണ് നസ്ലിൻ നായകനായി വരെയും ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത അയാം കാതൽ എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് മാസമാണ് കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിലും റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. പുറത്തു വരുന്ന റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത് ഓഗസ്റ്റ് 1-നോ 2-നോ ആയിരിക്കും സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചതാണ് ഓഗസ്റ്റ് മാസം ഒരു റീ റിലീസിന് എത്താൻ പോകുന്ന ലാലേട്ടന്റെ സിനിമയാണ് മണിച്ചിത്രത്താര്. സിനിമ ഓഗസ്റ്റ് 17-നാണ് റീ റിലീസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിലൂടെ മമ്മൂക്കയുടെ ആരാധകരെല്ലാം തന്നെ ചോദിച്ച ഒരു OTT അപ്ഡേറ്റ് ആണ്. മമ്മൂക്കയുടെ മെയ് മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത ടർബോ എന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചതാണ്. സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് സോണി ലീവാണ്. സിനിമ വരുന്ന ഓഗസ്റ്റ് മാസമായിരിക്കും റിലീസിന് എത്താൻ പോകുന്നത് നമ്മുടെ ചാനലിലൂടെ അറിയിച്ചായിരുന്നു. പുറത്തു വരുന്ന ഏറ്റവും പുതിയ റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത് സിനിമ ഓഗസ്റ്റ് 2-നോ അല്ലെങ്കിൽ ഓഗസ്റ്റ് 9-നോ ആയിരിക്കും OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ OTT അപ്ഡേറ്റിന് വേണ്ടി. ഇപ്പോൾ പുറത്തു വരുന്ന റൂമർ അപ്ഡേറ്റുകൾ ശരിയാണെങ്കിൽ തമിഴ്നാട്ട് ഇൻഡസ്ട്രിയിലെ ഒരു വമ്പൻ ക്ലാഷ് റിലീസിനാണ് തല അജിത്ത് നായകനായി വരുന്ന വിടാൻ വൈരുച്ചി എന്ന് പറയുന്ന സിനിമയും അതിനോടൊപ്പം തന്നെ സൂര്യ നായകനായി വരുന്ന കങ്കു എന്ന സിനിമയും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സൂര്യ നായകനായി വരുന്ന കങ്കു എന്ന സിനിമ ഇതിനോടകം തന്നെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുള്ളതാണ്. വരുന്ന ഒക്ടോബർ 10-നാണ് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. പുറത്തു വരുന്ന റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത് തല അജിത്തിന്റെ വിടാൻ വൈരുച്ചി എന്ന് പറയുന്ന സിനിമയും ഒക്ടോബർ 10-നായിരിക്കും റിലീസിനെത്താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം. കുറെ പരാജയങ്ങൾക്ക് ശേഷം അടുത്തതായിട്ട് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് കരുതുന്ന കോളിവുഡിലെ ഒരു തമിഴ് പടമാണ് ധനുഷ് നായകനായി വരുന്ന രായൻ എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ SJ സൂര്യൻ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെയായിരുന്നു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ട്രെയിലറിന് നല്ലൊരു അഭിപ്രായമാണ് സിനിമയെ പറ്റി നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമ ധനുഷിന്റെ കരിയറിലെ 50-ാമത്തെ സിനിമയാണ്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ധനുഷാണ്. അപ്പോൾ കാത്തിരിക്കാം. ബോക്സ് ഓഫീസിലെ തുടരെയുള്ള പരാജയങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു വമ്പൻ സിനിമയുമായി നടൻ ദിലീപ് തിരിച്ചു വരാൻ പോവുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ, ശ്രീനിവാസൻ എന്നിവരൊക്കെയാണ് ദിലീപിനൊപ്പം പ്രധാന വേഷത്തിലെത്താൻ പോകുന്നത്. ഗോകുലം മൂവീസ് നിർമ്മിച്ച് ദിലീപ് നായകനായി വരുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ബബ്ബ. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ മിനിഞ്ഞാന്നായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചായിരുന്നു. ഇന്നലെ സിനിമയുടെ ഒരു ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിലൂടെ തന്നെ കൺഫേം ആണ്, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്ററിലൂടെ തന്നെ കൺഫേം ആണ് നടൻ ദിലീപിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് നടക്കാൻ പോകുന്നതെന്ന്. തമിഴിൽ നിന്നും വമ്പൻ താരനിരകൾ ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ഈ ഒരു ദിലീപ് സിനിമയുടെ റിലീസിന് വേണ്ടി.